ഫ്രഞ്ച് ടോയ്ലറ്റ് പോകാം അങ്ങനെയായിട്ട് വീട്ടിലൊക്കെ എത്തിയായിരുന്നു. എല്ലാവരും വാനിലിറങ്ങി വീട്ടിലൊക്കെ പോയായിരുന്നു. ഹീറോ റൂമിൽ പോയായിരുന്നു. അതായിട്ട് ഈ വീട്ടിലെല്ലാം അങ്ങനെയായിട്ട് ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങി. നൈറ്റായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അർജുൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് വീട്ടിൽ സംസാരിക്കുമായിരുന്നു. അർജുൻക്കും മാരേജ് കാര്യം, ആദിക്കും മാരേജ് കുറിച്ച് അങ്ങനെ അവർക്കും എൻഗേജ്മെൻ്റ് ആയിരുന്നു സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയി പറയായിരുന്നു, അമ്മ ചേട്ടനക്ക് മാരേജ്. അതേമ്മ ചേട്ടനക്ക് മാരേജ് ചെയ്യാൻ പോവാം. ഹീറോയുടെ വീട് ചേഞ്ച് ആയിരുന്നു. ഈ എന്തിനമ്മ വീട് ചേഞ്ച് ആയിരുന്നു എനിക്ക്? ഇല്ലമ്മ ചേട്ടനക്ക് മാരേജ് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾക്കും മാരേജ് കഴിക്കണം എന്നാ പറയാം. ഇത് കേട്ട് ഹീറോയിൻ അമ്മയ്ക്ക് ഷോക്കായിരുന്നു. എന്താ മമ്മി പറഞ്ഞത്? ഇല്ല മമ്മി, നടന്ന കാര്യം പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല നടന്ന കാര്യം ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു ഞങ്ങൾ മാരേജ് ചെയ്യും. അവർ മമ്മി 3 പേരും അമ്മ ഷോക്കായിരുന്നു. ഡാഡിയും ഷോക്ക്. ശരി ഓക്കെ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. എന്നായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ അച്ഛനും വീട് ഒരു ചേഞ്ച് ആയിരുന്നു. അത് കേട്ട് ഷോക്കായിരുന്നു. കാരണം ഷോക്കായിരുന്നു. ആറാം പറഞ്ഞ ഇവരെന്താ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഒരു ആപ്പുണ്ട്. ആപ്പിൽ അങ്ങനെ ഹീറോയുടെ അച്ഛന് വന്നു. അങ്ങനെ ആറാം പോകായിരുന്നു. എന്താ സംസാരിക്കുന്നതെന്ന് ആറാമൊന്നും അറിയില്ല. അങ്ങനെ ഒരു വീട് ചേഞ്ച് എന്ത് പറ്റി? അർജുൻ ഫോളോ ചെയ്ത് പറഞ്ഞായിരുന്നു. ആറും ഫോളോ ചെയ്ത്. നിങ്ങൾക്കറിയില്ലേ അവളെ ജാതകത്തിൽ അവൾ 4 പേര് മാരേജിരിക്കുന്നു ഉള്ളത് നിങ്ങൾക്കറിയില്ല എന്ന് ഹീറോയിൻ അമ്മ പറയായിരുന്നു. അത് ശരിയാ, ഞാനെന്ത് ചെയ്യാം? മതി ഇവിടെ ഉള്ള ചെക്കനല്ല, ഫോറിൻ ചെക്കനാ. അതെങ്ങനെ സെറ്റാവും? ഇവൾക്ക് 4 മാരേജ് അത് നടക്കുകയില്ലേ? ഇവളെ കല്യാണം നടക്കുകയില്ലേ? എനിക്കും അവിടെ അറിയില്ല എന്ന് പറഞ്ഞ അച്ഛൻ അമ്മ ഒരുപാട് സാഡായിരുന്നു. ഇത് 4 പേർക്ക് ഷോക്കായിരുന്നു. എന്താ മാരേജ് കുറിച്ച്? അത് ഏതോ ഒരു ഫോറിൻ പോയ എന്ന് പറഞ്ഞായിരുന്നു. ഏതോന്നും അറിയില്ല, വെളിനാട്ടിലത്തെ ചെക്കൻ നടക്കുമെന്ന് പറയായിരുന്നു. അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക എന്നറിയില്ല. ഞാൻ അച്ഛനും അമ്മ പറഞ്ഞ് സാഡായിരുന്നു. വേറെ വഴിയില്ല, ഇവളുടെ മാരേജ് നടക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു. എന്താ ചെയ്യുന്ന അറിയില്ലായിരുന്നു. ഒരുപാട് സാഡായിരുന്നു. ഇത് ജങ്കുക്കും കേട്ടായിരുന്നു. ജങ്കുക്ക് ഒരു ഐഡിയ കിട്ടിയായിരുന്നു. ഇവളെനിക്ക് പിടിച്ചിട്ടുണ്ട്. ഷുഗറോട് കേട്ടായിരുന്നു. ബാക്കിയവരോട് ശരി ഓക്കെ എന്ന്. അങ്ങനെ അവർ കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. അളമോ ഞങ്ങൾ മാരേജ് കഴിക്കുമ്പോൾ ഇൻഡീസിയസ് മാരേജ് വന്നിട്ട് കൊറിയയിൽ മാരേജ് കഴിക്കുക എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഓക്കെയാണ്. ശരിടാ എല്ലാം വീഡിയോ കോളായിട്ട് അർജൻറ്റ് ഇല്ല പ്രശ്നം നടക്കുമെന്ന് ആറും പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന്. അങ്ങനെ ആറും ഇങ്ങനെ വീഡിയോ കോളിൽ അവർ സംസാരിക്കുമായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ല ഹീറോയിൻ എന്നാൽ ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി ഓക്കെ നല്ല ഉറക്കമായിരുന്നു. ബാക്കി ദിവസമെല്ലാം ഓക്കെ മാരേജ് നോക്കാമെന്ന്. അതെ വലിയ മാരേജ് ഹാളായിരുന്നു. എല്ലാം റെഡിയാക്കി വരുന്നതായിരുന്നു. ഹീറോയ്ക്ക് നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്നത് ഹീറോയ്ക്ക് അറിയില്ല. എല്ലാം റെഡിയാക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ അടുക്ക് വിളിച്ചായിരുന്നു. അനു എന്താ മമ്മി? ഇല്ല അനു എൻഗേജ്മെൻ്റ് ആണ് ഇങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സുക്കെല്ലാം എൻഗേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഹീറോയിൻ്റെ മറ്റ് ഫ്രണ്ട്സുക്കും എൻഗേജ്മെൻ്റ് നടന്നായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിനൊക്കെ ഹാപ്പി ആയിരിക്കുമ്പോൾ അങ്ങനെ ഹീറോയിൻ ഇങ്ങനെ തിരിഞ്ഞു പോയി അവർ റിങ് കെട്ടി. ഇത് 4 പേർ റിങ് കെട്ടിയിട്ട് പോയിരുന്നു. ഹീറോയിൻ കൺഫ്യൂസ് ആയിരുന്നു. അതെ കറണ്ട് പോയായിരുന്നു. അപ്പോൾ റിങ് 4 പേര് ഇട്ടായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിൻ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ പറയില്ല സർപ്രൈസ് ആവട്ടെ. ഹീറോയ്ക്ക് അതിനൊക്കെ റിങ്ങാ ഇങ്ങനെ പറഞ്ഞ് ഷോക്കായിരുന്നു. അതെ റിങ് പറഞ്ഞാൽ 4 റിങ്ങായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു റിങ്ങായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നറിയില്ല. ശരി ഓക്കെ ആരോ ഇട്ടത് പ്രാങ്കൊക്കെ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ്ക്ക് എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്ന കാര്യം സംസാരിക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുന്ന മാരേജ്. അതെ ഞാൻ ആ പ്രപ്പോസ് വരുമ്പോൾ ഇവർക്ക് മാരേജ് അയച്ചിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതെ അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടന്നായിരുന്നു. അങ്ങനെ ഹീറോയിനോട് പറഞ്ഞായിരുന്നു ഈ കോളേജ് പഠിച്ചവന്. അതെ അങ്ങനെ ഹീറോയിൻ 4 പേര് പറഞ്ഞു ഈ കോളേജ് പഠിച്ച ശേഷം വാന്ന് പറഞ്ഞായിരുന്നു. അത് സെക്കൻഡ് ഇയർക്ക് നീ അവിടെ ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ വീട് ജോയിൻ ചെയ്ത് സെക്കൻഡ് ഇയർക്കാ യെസ് എന്നാൽ അവർ ഹീറോയ്ക്ക് കൂടെ കുറച്ച് നാളെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കൊറിയയൊക്കെ പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ പ്രൊപ്പോസർ വരുന്നുണ്ട്. അങ്ങനെ എക്സാം വന്നായിരുന്നു. അതെ സെക്കൻഡ് ഡേയ്സ് പോകാൻ തുടങ്ങി. ആ പ്രൊപ്പോസർ ഇങ്ങനെ ഹീറോയിൻ്റെ പുറകെ നടക്കായിരുന്നു. ഹീറോയിൻ ഈ സാറിൻ്റെ ടോർച്ചർ സഹിക്കുന്നില്ലെന്ന് ഹീറോയിൻ കണ്ടുക്കാതെ ഇരുന്നായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തന്നെ ഹീറോയിൻ പ്രൊപ്പോസർക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് സെക്കൻഡ് ഇയർ എത്താൻ നോക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഇയർക്ക് ഹീറോയിൻ എങ്ങനെ സെക്കൻഡ് ഇയർക്ക് എത്തി പാസ്സായത്. ഫസ്റ്റ് ഇയർ പാസ്സായി സെക്കൻഡ് ഇയർക്ക് എത്തിയായിരുന്നു. ഹീറോയിൻ അങ്ങനെ പ്രൊപ്പോസർക്ക്
അങ്ങനെ വന്നായിരുന്നു. അന്ന് നോക്കുമ്പോൾ ഹീറോയും എങ്ങനെ മുങ്ങണം പരീക്ഷ ചെയ്തായിരുന്നു. പ്രൊഫസർക്ക് കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ പ്രൊഫസർ വരുന്നില്ല, 4 ദിവസം കഴിഞ്ഞ് വരുന്നില്ല. പ്രൊഫസർക്ക് അവിടെ വീട്ടിൽ ജോലിയുണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രൊഫസർ പറഞ്ഞില്ല, ഇതാ ടൈം, നല്ല ടൈമെന്ന് എല്ലാവർക്കും പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി ഞങ്ങൾ കൊറിയയിൽ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട്സും പോയിരുന്നു. അതുകൊണ്ട് അവർ കൊറിയക്ക് പോയി. അങ്ങനെ ഹീറോയി കൊറിയയിൽ സെക്കൻഡ് ഇയർ അവരും പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ പോയിട്ട് സുമസ് പറയുന്നു, 4 പേര് പറഞ്ഞു നീ പഠിച്ചോ എന്ന് പറഞ്ഞായിരുന്നു. അതെ, നമ്മൾ അങ്ങനെയായിട്ട് ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കൊറിയയിൽ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് കൂടെ ജോലി ഫ്രണ്ട്സ് ആയിരുന്നു. അവരും പഠിക്കുമായിരുന്നു. അതാണ്ട് ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞാൽ എന്താടി പറയണം, അതടി ഹീറോയിൻ്റെ ചേട്ടാ പറയുന്നു, 2 പേരും കൂടെ പഠിക്കാവുന്ന മച്ചി ബാക്കി 2 പേർസ് കൂടെ ഹീറോയിൻ കൊറിയയിൽ പോയിരുന്നു. അവർ 2 പേര് ശരി ഞങ്ങളിവിടെ നിന്നോളാം. അവർക്ക് ഓൾഡ് മാരേജ് ആ പ്രപ്പോസൽ അല്ല അവർ കോളേജ് ഹീറോയിൻ്റെ ഫ്രണ്ട് ചേഞ്ച് ആക്കിയായിരുന്നു. 2 ഫ്രണ്ട്സ് അവിടെ പഠിത്തം ശരിയാവില്ല പറഞ്ഞ് വേറെ കോളേജിൽ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി കൊറിയക്ക് വന്നിരുന്നു. ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് പറഞ്ഞാൽ അവർക്ക് വേറെ 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 അതെ, അവർ അഡൽസിൻ്റെ തന്നെ മാരേജ് കഴിച്ചതായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ, അവർ പറഞ്ഞാൽ വേറെ ആൾ മാരേജ് കഴിച്ചായിരുന്നു. അതെ, ഓൾറെഡി ജിന്നിന് മാരേജ് കഴിച്ചത്. ജിന്നിക്ക് ഓൾറെഡി മാരേജ് ആയില്ലായിരുന്നു. ജിന്നും ഹോപ്പ് അങ്ങനെ 2 പേരും മാരേജ്. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഗേൾ വേവ് വളർന്നു വലുതായി. അങ്ങനെ സ്കൂൾ പോകാൻ തുടങ്ങിയായിരുന്നു. അതെ, സ്കൂൾ പോകാൻ തുടങ്ങിയായിരുന്നു. 5 വയസ്സായി. ബേബി പറയാതെ മമ്മി എന്താ എന്താ ബേബി എന്ന് പറയുന്നു ഹീറോയിൻ. കേട്ടായിരുന്നു. അതെ, ഹീറോയ്ക്ക് മാരേജ് അയക്കുമ്പോൾ ബേബിക്ക് 1 വയസ്സായിരുന്നു. 5 വയസ്സ്. എന്താ ബേബി എന്ത് പറ്റി എന്ന് കേട്ടായിരുന്നു. ബേബി മോം എനിക്കില്ല അനിയന് വേണം എന്ന് ഹീറോയിനോട് കേട്ട ഹീറോയിൻ്റെ വീട് ചേഞ്ച് എന്താണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയി. അങ്ങനെ 4 പേർ വന്നായിരുന്നു. 4 പേർക്ക് കേട്ടു. 4 പേരും കൂടി ഒരുമാതിരിയായിരുന്നു. അതൊന്നുമില്ല ബേബി ഞാൻ പോവാ എന്ന് പറഞ്ഞു ഹീറോയോടൊന്ന് മുങ്ങിയിരുന്നു. അവർ 4 നോക്കി ഹീറോയിനോട് മറിച്ചതായിരുന്നു. ഓക്കെ, നമ്മൾ ഹീറോയിൻ ജങ്കുക്ക് കോൾ ചെയ്ത്